രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഏതൊക്കെ ഭാഗങ്ങളാണ് ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ വരിക? കേരളം കാത്തിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഘട്ടങ്ങളായി ഡിസംബർ 9, 11 തീയതികളിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നാണ് ഏറ്റവും പുതിയ വിവരം. അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടങ്ങളായിട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിൽ ഇത്തവണ അത് 2 ഘട്ടമായി നടത്തുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9 തീയതിയാണ് തെരഞ്ഞെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ 11 തീയതി, അതായത് ഒരു ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം 11 തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 9-നും 11-നും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ വോട്ടെണ്ണലിലേക്കും കൂടി കടക്കും. ഡിസംബർ ആദ്യഘട്ടം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 9, 11 അതിനുശേഷം വോട്ടെണ്ണൽ ഡിസംബർ മാസം 13 തീയതി, അതായത് 11-ന് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നു. 12 ഒരു ദിവസത്തിന് ശേഷം 13 തീയതി ആരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് ആര് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നേടും എന്ന് കൃത്യമായി വിവരമറിയാം. അത് 18-നോടുകൂടി മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു. പെരുമാറ്റച്ചട്ടം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഇന്നു മുതൽ തന്നെ നിലവിൽ വന്നിരിക്കുന്നു. ഇനി കേവലം ഒരു മാസം, കൃത്യം ഒരു മാസം, ആ ഒരു മാസം കഴിഞ്ഞാൽ, ഒരു മാസം കഴിയേണ്ട, അതായത് ഇന്ന് 9 തീയതിയാണ് അടുത്ത മാസം, ക്ഷമിക്കണം, ഇന്ന് 10 തീയതിയാണ്, അടുത്ത മാസം 9 തീയതി ആദ്യഘട്ട പോളിംഗിനായി കേരളം ബൂത്തിലേക്ക് എത്തുന്നു. അതിനുള്ള നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അല്പസമയം മുമ്പ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. മുന്നണികളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അടക്കമുള്ളവയൊക്കെ അതിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. പലയിടങ്ങളിലും നമുക്കറിയാം സംസ്ഥാനത്തിന്റെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF-ഉം UDF-ഉം BJP-യും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടവും 2ാം ഘട്ടവും ഒക്കെ പ്രഖ്യാപിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരക്കിട്ട ദിവസങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ മാമാങ്കം കൊടികേറി കഴിഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ നാളുകളാണ്. സ്വാഭാവികമായും കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിന്റെ അലയൊലികളിലേക്ക് പൂർണ്ണമായും മുഴുകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വരുന്ന ഒരു മാസം നിർണായകമാണ്. സ്വാഭാവികമായും LDF-നെ സംബന്ധിച്ച് സംസ്ഥാന ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്തുണ്ടാകുമോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ LDF-നെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാവും. ഈ UDF-നെ സംബന്ധിച്ചും അവർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു കർട്ടൻ റൈസർ, ഒരു സാമ്പിൾ പൂരം എന്ന നിലയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വലിയ ഗൗരവത്തോടു കൂടിയാണ് അവരും കാണുന്നത്. BJP ആവട്ടെ, അവർക്ക് അക്കൗണ്ട് തുറക്കാനെങ്കിലും ഇത്തവണ നിയമസഭയിൽ കഴിയുമോ എന്ന് കണക്ക് കൂട്ടാൻ കഴിയുന്ന, അതിലേക്കുള്ള ഉത്തരം തേടാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയും. പക്ഷേ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും നമുക്കറിയാം കൃത്യമായി, അതായത് ഇടതുപക്ഷത്ത് തന്നെ കൃത്യമായി മേധാവിത്വം ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് സാധാരണഗതിയിൽ വരുന്നത്. ഇത്തവണ അത് ആവർത്തിക്കുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ അട്ടിമറി ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് പലയിടങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ കഴിഞ്ഞു എന്നത് UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. LDF ആവട്ടെ, ഭരണവിരുദ്ധ വികാരമടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള നിരവധി വിവാദങ്ങളുണ്ട്. ഇതിനെയൊക്കെ മറികടക്കുന്നതിനുള്ള തന്ത്രങ്ങൾ അവസാന ഘട്ടത്തിൽ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞു എന്നതാണ് LDF-ന്റെ ആത്മവിശ്വാസം. നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ക്ഷേമ പെൻഷൻ അടക്കമുള്ള വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. അതൊക്കെ ആദ്യഘട്ടം വിതരണം ചെയ്യാനും അവർക്ക് കഴിഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA അടക്കമുള്ള കാര്യങ്ങളിൽ വർധനവ് വരുത്താനും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കി പൊതുവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാനുമുള്ള ശ്രമമാണ് LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിന്ന് കരകയറുന്നതിനായി K. ജയകുമാർ IAS-നെ പോലുള്ള ഒരു പൊതുസ്വതന്ത്രനായ, ഒരു പൊതുസമ്മതനായ ഒരാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുക വഴി ആ വിവാദങ്ങളിൽ നിന്നും തടിയൂരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF ആവട്ടെ,